സ്വയവഞ്ചകരാകരുത്. പാപത്തെയും മത്സരത്തെയും നീതീകരണത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ഒരിക്കലും ഒഴിവ് കഴിവിലൂടെ ക്ഷമ പറയാനുള്ള അവസരം നശിപ്പിക്കരുത്. ക്ഷമിക്കണമെന്ന് പറയുന്നത് പക്വതയെ കാണും. ചില സമയങ്ങളിൽ നാം സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ അധിക്ഷേപിക്കുകയോ അവരോട് പാപം ചെയ്യുകയോ ചെയ്തേക്കാം. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ദൈവമക്കൾ തങ്ങളുടെ പാപങ്ങൾ ദൈവത്തോട് ഏറ്റുപറയുകയും ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുകയും ചെയ്യും. നമ്മൾ ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥതയോടെ ആയിരിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 23-24 വാക്യങ്ങൾ. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക. പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കുക. ഒരു യഥാർത്ഥ സുഹൃത്ത് അഹങ്കാരവും ദാഷ്ട്യവും അവരുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിന് പകരം മറ്റുള്ളവരുമായുള്ള ബന്ധം ശരിയാക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. കുറ്റബോധം നിങ്ങളുടെ ഹൃദയത്തിൽ നിലനിൽക്കരുത്. ക്ഷമ ചോദിക്കുക, ക്ഷമിക്കണമെന്ന് പറയുക, കാര്യങ്ങൾ ശരിയാക്കുക. ഏതൊരു ദൈവവൈതലിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ തെറ്റ് ദൈവേഷ്ടത്തിന് പകരം സ്വന്തം ഇഷ്ടം മാറ്റി സ്ഥാപിക്കുക എന്നതാണ്. ക്ഷമിക്കണം എന്ന് പറയുന്നതിനാൽ എന്തെങ്കിലും മാറ്റം വരുമായിരുന്നോ? അത് ഇപ്പോഴും പ്രവർത്തിക്കുമോ? ഇതൊരു വാക്ക് മാത്രമാണ്. 1000 പ്രവൃത്തികൾക്കെതിരായ ഒരു വാക്ക്. നിങ്ങൾക്ക് ലഭിക്കാത്ത ക്ഷമാപണം മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ പഠിക്കുമ്പോൾ ജീവിതം സുഖകരമായി തീരും. ക്രിസ്തുയേശുവിലൂടെ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.